എൻ്റെ മകൾ +1 പഠിക്കുമ്പോൾ 2022 ജൂണിൽ തൊട്ട് അവൾക്ക് ആർത്തവത്തിൻ്റെ ക്രമക്കേട് പ്രശ്നം തുടങ്ങി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഓഗസ്റ്റിൽ ഡോക്ടറെ കാണിച്ചു. ഡിസംബർ വരെ ചികിത്സിച്ചു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ജനുവരിയിൽ വേറെ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ സ്കാനിങ് എഴുതി. അപ്പോൾ അതിൽ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഓവറി, ലെഫ്റ്റ് ഓവറി ഫുള്ള് സിസ്റ്റാണെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഫെബ്രുവരി 17 സർജറി ചെയ്തു. ഓവറി റിമൂവ് ചെയ്തു. അതിനുശേഷം ഏപ്രിൽ 6 സിസ്റ്റിൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അതിൽ കുഴപ്പമൊന്നുമില്ല. 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. ഇൻഹിബിൻ ബി എന്ന ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. അത് 2023 സെപ്റ്റംബറിൽ ആദ്യത്തെ ടെസ്റ്റ് ചെയ്തു. അതിൽ നോർമലായിരുന്നു. അതിനുശേഷം മാർച്ച് 10 അടുത്ത 6 മാസം കൂടുമ്പോഴുള്ള ടെസ്റ്റ്. ആ മാർച്ച് 10 ടെസ്റ്റ് ചെയ്തു. മാർച്ച് 17 റിസൾട്ട് വന്നു. അപ്പോൾ ഇൻഹിബിൻ ബി ലെവൽ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI സ്കാനിങ്ങിൽ മോളുടെ രണ്ടാമത്തെ ഓവറിയിലും സിസ്റ്റ് ഉണ്ടെന്നും അത് ക്യാൻസറാണെന്നും വയറിലും ശ്വാസകോശത്തിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമത്തിലായി, കരച്ചിലായി. അപ്പോൾ അത് കണ്ട് അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഒരു സിസ്റ്റർ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എല്ലാ മാതാവ് മാറ്റി തരും, ഭേദമാക്കി തരും. ഞങ്ങൾ വളരെ വിശ്വാസത്തോടെ പിറ്റേ ദിവസം തന്നെ മാർച്ച് 20 സിസ്റ്റർ ഇത് പറഞ്ഞ് 21 തന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മകൾ ഉടമ്പടി എടുത്തു. അച്ഛനെ കാണാൻ പറ്റിയില്ല എങ്കിലും ഉടമ്പടി എടുത്ത് മാതാവിനെ എല്ലാം വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 22 പോയിട്ട് CA-125 എന്ന ക്യാൻസർ ടെസ്റ്റ് ചെയ്തു. രാവിലെ പ്രഭാത പ്രാർത്ഥനയും ഒക്കെ ചെയ്തു. ഉപ്പൊക്കെ വെള്ളത്തിൽ കലക്കി കുടിച്ചു. ആ ഉടമ്പടി തൈലം നെറ്റിയിലും തൊണ്ടയിലും വയറിലും എല്ലായിടത്തും കുരിശ് വരച്ച് തേച്ചിട്ട് കാശുരൂപ മോള് ഒരു ചരടിൽ കൊടുത്ത് മാലയാക്കിയിട്ട് കഴുത്തിലിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ക്യാൻസർ ടെസ്റ്റ് ചെയ്തത്. അത് 22 ടെസ്റ്റ് ചെയ്ത് 23, 24 കഴിഞ്ഞ് 25 ഇന്നലെ തിങ്കളാഴ്ച ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിച്ചു. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ആ ഡോക്ടർ ആ ടെസ്റ്റ് നോർമലാണെന്ന് പറഞ്ഞു. അതിൽ കുഴപ്പമില്ല പറഞ്ഞു. എങ്കിലും ഗൈനക്കോളജി വിത്ത് ഓങ്കോളജി ആയിട്ട് ഡോക്ടറെയും കൂടെയും കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ അമല ആശുപത്രിയിൽ ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടർ അതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒരു സ്കാനിങ് കൂടിയും ചെയ്യണം, എന്തുകൊണ്ടാണ് വയറിലും ശ്വാസകോശത്തിലും വെള്ളം കെട്ടി കിടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ആ സ്കാനിങ്ങും ഇന്നലെ തന്നെ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും മാതാവിൻ്റെ ഉപ്പ് ഞാൻ കയ്യിലെടുത്ത് നെഞ്ചോട് എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മകളത് നാവമ്മയൊക്കെ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാനും സ്കാൻ ചെയ്യാനും ഒക്കെ അതിനും കയറിയത്. ഞങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചു. റേഡിയോ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആ ഡോക്ടറും പറഞ്ഞു ടെസ്റ്റിൽ വലിയ കുഴപ്പം, ആദ്യം പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ക്യാൻസറൊന്നുമില്ല, ചെറിയൊരു PCOD എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതും ഇനിയൊരു ടെസ്റ്റും കൂടിയും റിസൾട്ടും കൂടിയും കിട്ടാണ്ട് ഏപ്രിൽ 2 കിട്ടുക. അതിലും ഒരു കുഴപ്പമുണ്ടാവാതെ മാതാവ് കാത്തുകൊള്ളുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ ക്യാൻസർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ അതിലൊരു കുഴപ്പമില്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്, സാക്ഷ്യം പറയാൻ വന്നത്. ഇതാണ് എൻ്റെ മകള്, ഇവൾക്ക് വേണ്ടിയിട്ടാണ്, മോളാണ് ഉടമ്പടി എടുത്തത്. ഈ ഒരാഴ്ച കൊണ്ടാണ് മാതാവ് ഞങ്ങളെ ഒരുപാട് കരുണ ഞങ്ങളെ ചൊരിഞ്ഞത്. മാതാവിനും ഈശോയ്ക്കും നന്ദി. ഞങ്ങൾ പത്രമെല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. ഇവിടുന്ന് കിട്ടിയ പത്രം എല്ലാം കൊടുത്ത് തീർത്തു. ഇനി കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ മാതാവിന്
മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിൽ എന്നും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇതെല്ലാം ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോഴും ഞാനും മോളും വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവേ എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന മുടക്കിയിട്ടേ ഇല്ല, പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു റിസൾട്ട് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും നന്ദി.